ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തിനെന്ന് വെച്ചാൽ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ടാണ് വന്നത്. നിലവിലെ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്ന ഇന്ത്യൻ നേവിയിൽ നിന്നാണ്. ഇന്ത്യൻ നേവിയിലേക്കുള്ള അപ്രൻറ്റീസ് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഇന്ത്യൻ നേവിയുടെ കീഴിലൊക്കെ ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളിൽ, തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇന്ത്യൻ നേവിയിലേക്ക് ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. കൊച്ചിയിലേക്കുള്ള നേവൽ ഷിപ്പ് റിപ്പയർ യാർഡ്, അതുപോലെ തന്നെ നേവൽ എയർക്രാഫ്റ്റ് യാർഡ് നേവൽ ബേസിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത്. ഏതൊക്കെ ട്രേഡിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്ക്, ഫിറ്റർ, മെഷീനിസ്റ്റ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിള്, മെക്കാനിക് റെഫ്രിജറേറ്റർ ആൻഡ് എയർ കണ്ടീഷൻ, ടേണർ, വെൽഡർ, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്ക്, ഫൗണ്ടറിമാൻ, ഷീറ്റ് മെറ്റൽ വർക്കർ, ഡോട്ട്സ്മാൻ സിവില്, ഡോട്ട്സ്മാൻ മെക്കാനിക്കൽ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, ഇലക്ട്രോ പ്ലേറ്റർ, പ്ലംബർ, മെക്കാനിക്കൽ ഡീസൽ, ടൈലർ, മെക്കാനിക് റേഡിയോ ആൻഡ് റഡാർ എയർക്രാഫ്റ്റ്, പെയിൻറ്റർ ജനറൽ, ഷിപ്പ് റൈറ്റർ തുടങ്ങിയ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത്. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട ആപ്ലിക്കേഷൻ ഡേറ്റ് നിലവിൽ ഓപ്പൺ ആയിട്ടില്ല. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്നതാണ്. ആ ഒരു ടൈമിൽ ഈ ഒരു ചാനൽ തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നിലവിൽ വേക്കൻസി നോക്കുകയാണെങ്കിൽ ആകെ 240 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓരോ ട്രേഡ് വൈസ് വേക്കൻസി പറ്റി അറിയാൻ നിങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക. ഇനി അടുത്ത് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 14 വയസ്സിന് മുകളിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പർ ഏജ് ലിമിറ്റിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കുന്നതല്ല. ഇനി അടുത്ത് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കേണ്ടതാണ്. മിനിമം 50% മാർക്ക് അഗ്രിഗേറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ അതാത് ട്രേഡിലുള്ള ITI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. 65% മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ITI സർട്ടിഫിക്കറ്റ് NCVT അല്ലെങ്കിൽ SCVTയുടെ അംഗീകാരം ഉണ്ടായിരിക്കേണ്ടതാണ്. SCVT മീൻസ് സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് വൊക്കേഷണൽ ട്രെയിനിങ്, NCVT മീൻസ് നാഷണൽ കൗൺസിൽ ഓഫ് വൊക്കേഷണൽ ട്രെയിനിങ് തുടങ്ങിയ ഏതെങ്കിലും അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് മാത്രമായിരിക്കും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അംഗീകരിക്കുകയുള്ളൂ. നിലവിൽ ഇത്രയും ഡീറ്റെയിൽസാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നേവി എംപ്ലോയ്മെൻറ്റ് നോട്ടീസിലൂടെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരുമ്പോൾ ഈ ഒരു ചാനൽ തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് തന്നാൽ മതി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.